ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ല തനി നാടൻ താറാവ് കറിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾ രാവിലെ അപ്പവും താറാവ് കറിയാണ് ഉണ്ടാക്കിയത്. 2 കിലോ ഉള്ള താറാവാട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇതിൽ കുറച്ച് സ്കിന്നാട്ടോ എടുക്കുന്നുള്ളൂ. സ്കിന്ന് സാധാരണ താറാവ് കറി വെക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ സ്കിൻ എടുക്കാറുണ്ട്. ഞാൻ കുറച്ച് സ്കിന്നാട്ടോ ഇതിലിട്ട് എടുക്കുന്നുള്ളൂ. താറാവ് ഉണ്ടല്ലോ, ആദ്യം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് താറാവ് ഒരു 10 മിനിറ്റ് അതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്മെല്ലുണ്ടല്ലോ ഒരു താറാവിന്, അതങ്ങ് പോയി കിട്ടും. അപ്പൊ ഞാൻ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലോട്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറകെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ വേവിക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ. അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും മസാല ആവുന്ന രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞും പറക്കിയെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ. 1-ാം പാലോ 2-ാം പാലോ എന്നല്ല, ഒറ്റ പാലായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണേ. ഈ കറി ഉണ്ടല്ലോ നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും അപ്പത്തിന്റെ, ഇടിയപ്പത്തിന്റെ, പുട്ടിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ ഈസ്റ്റർ ആയിട്ട് ഞങ്ങള് ഇതിന്റെ കറിയും ഡക്കിന്റെ കറിയും പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ഡക്കിന്റെ ബ്രസ്റ്റ് പീസ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്രൈയും ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 1.5 സവാളയാട്ടോ. ഇത് ഭയങ്കര വലിയ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയം സൈസ് സവാള ഒരു 3 എടുത്താൽ മതി. പിന്നെ 1 തക്കാളി, ഒരു 5 പച്ചമുളകും കറിവേപ്പിലാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഒരു വലിയ പാനാട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. 2 കിലോ ഡക്ക് ഉണ്ടല്ലോ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു 5-6 ഉലുവ, ഒരുപാടില്ല, 5-6 ഉലുവ ഇട്ട് കൊടുക്കുവേ. ഞാൻ ഈ മട്ടൻ, പിന്നെ ബീഫ്, പിന്നെ ഡക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം ഞാനിങ്ങനെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. ഒരു 5-6, അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കേട്ടോ. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ അതിന് ആവശ്യത്തിന് സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇങ്ങനെ വഴറ്റുവാണേ. ഇത് പെട്ടെന്ന് വഴണ്ടി ഇട്ടാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം അടച്ചു വെക്കും. അതിനുശേഷം തുറന്ന് ഒന്നുകൂടി ഇളക്കും. കാരണം അടി പിടിക്കരുതല്ലോ. ഇളക്കിയിട്ട് പിന്നെ അടച്ച് ഇങ്ങനെ 2-3 പ്രാവശ്യം അടച്ചും ഇങ്ങനെ തുറന്നും നമ്മളിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1.5 സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഇത് നല്ലതായിട്ട് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മസാലയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 1 തക്കാളി കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തക്കാളി നല്ലതായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലയും താറാവും എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1-ാം പാലും 2-ാം പാലും ഒന്നുമില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. അല്ല എങ്കിൽ വെള്ളം കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ കറി നല്ല ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5-6 കാഷ്നട്ട് മിക്സിയിൽ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനി ഇതിലോട്ട് എല്ലാ ടേസ്റ്റുകളും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ല എങ്കിൽ ആവശ്യത്തിന് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കറി നല്ലതായിട്ട് തിളച്ച് കുറുകി വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും മാത്രം താളിച്ചിടും കേട്ടോ.
ലാസ്റ്റ് ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ അപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ അപ്പമൊക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കറി ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാം ആദ്യം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിക്ക്. ഞാൻ ചോറിന്റെ കൂടെ കഴിച്ചപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കറി. താറാവിറച്ചി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.